ഹലോ ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു ലൈറ്റ് ട്രെയിൽ ഡ്രൈവ് പോകാൻ പോവുകയാണ്, അതും ഏൻഷ്യൻ്റ് സിറ്റിയായ ജെറുസലേമിലൂടെ. അപ്പം ഈ വരുന്ന ട്രെയിന് ലൈറ്റ് ട്രെയിൽ മെട്രോ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് അതിനകത്താണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ജെറുസലേമിൻ്റെ ഒരു ഹൃദയഭാഗത്താണ് നിൽക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റിയാണ് ജെറുസലേം സിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ട്രെയിൻ സ്റ്റേഷൻ. ഈ സ്റ്റേഷനിൽ നിന്നുമാണ് നമ്മൾ ട്രെയിൻ കയറുന്നത്. അതുപോലെ തന്നെ എല്ലാ ട്രെയിൻ സ്റ്റേഷനിലും ഇതുപോലെ ടിക്കറ്റ് എടുക്കാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട്. അതാണ് അവർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ബസ്സിലും ട്രെയിനിലും യൂസ് ചെയ്യുന്ന പേപ്പർ ടിക്കറ്റിന് പകരം ഒരു കാർഡുണ്ട്. ഇതാണ് ആ കാർഡ്. ഈ കാർഡിൻ്റെ ഒരു വശത്ത് നമ്മുടെ ഫോട്ടോയും നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട്. ഈ കാർഡ് നമ്മൾ ആ മെഷീനിലേക്ക് വെച്ച് കൊടുത്തിട്ട് എത്ര എമൗണ്ടിനാണോ നമുക്ക് ചാർജ് ചെയ്യുന്നത് ആ എമൗണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് അവിടെ ഓപ്പണായി വരും. നമ്മൾ അവിടേക്ക് ക്യാഷ് ഇട്ട് കൊടുക്കണം. ക്യാഷ് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ അത്രയും എമൗണ്ട് നമ്മുടെ ഈ കാർഡിനകത്ത് റീചാർജ് ആയി കിട്ടും. അപ്പോൾ നമുക്ക് ഈ കാർഡ് നമുക്ക് പിന്നെ ട്രെയിനിലും ബസ്സിലും ഉപയോഗിക്കാം. ഇതെല്ലാം നമ്മൾ സെൽഫായി തന്നെ ചെയ്യണം. അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് തരാനോ ഒന്നും ഇവിടെ ആരുമില്ല. മോസ്റ്റ്ലി എല്ലാ കാര്യങ്ങളും തന്നെ മെഷീൻ സർവീസാണ് ഇവിടെ. നമ്മൾ ഈ നിൽക്കുന്ന സ്ട്രീറ്റിൻ്റെ പേരാണ് ജാഫ സ്ട്രീറ്റ്, അല്ലെങ്കിൽ ജാഫ സെൻറ്റർ, അല്ലെങ്കിൽ ജാഫ മാർക്കറ്റ് എന്നൊക്കെ പറയും. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇവിടെ ആൾക്കാരെ കാണാൻ സാധിക്കും. അതും വെരി ബിസി ആയിട്ട് പോകുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും, റിലാക്സ്ഡ് ആയിട്ട് പോകുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടൊക്കെ എൻജോയ് ചെയ്ത് പോകുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. ഇതൊരു ക്രൗഡ് സിറ്റി എന്ന് തന്നെ നമുക്ക് പറയാം. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരുവശങ്ങളിലും കാണുന്നത് ഷോപ്സുകളാണ്, മൾട്ടി കൈൻഡ് ഓഫ് ഷോപ്സാണ്. അപ്പം എന്ത് സാധനമാണോ നമുക്ക് ഷോപ്പ് ചെയ്യുന്നത് അതിവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ചില്ല് ചെയ്ത് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. ഒരുപാട് കോഫി ഷോപ്സ് ഉണ്ട്, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതുപോലെ എന്ത് സാധനം മേടിക്കണമെങ്കിലും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ട്രെയിനും കുറേ പ്രത്യേകതകളൊക്കെയുള്ള ട്രെയിൻ. ഇത് ജെറുസലേം സിറ്റിയിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു സർവീസാണ് ഈ ട്രെയിനിൻ്റേത്. അതും വളരെ കുറച്ച് കിലോമീറ്റേഴ്സ് മാത്രം. ഓൾ ഓവർ ജെറുസലേം ഇല്ല, അല്ലെങ്കിൽ ഇസ്രായേലില്ല. അതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഫ്യൂച്ചറിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. റോഡിൻ്റെ മധ്യഭാഗത്തിലൂടെ പോകുന്നതുകൊണ്ട് തന്നെ ഈ ട്രെയിന് മറ്റു വാഹനങ്ങളെ പോലെ എല്ലാ ട്രാഫിക് നിയമങ്ങളും ബാധകമാണ്. സിഗ്നൽ ഓണായി കഴിഞ്ഞാൽ ഇത് അവിടെ സ്റ്റോപ്പ് ചെയ്യുകയും ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യാനുണ്ടെങ്കിൽ ക്രോസ് ചെയ്തതിന് ശേഷം മാത്രം ഇത് പിന്നീട് മുന്നോട്ട് പോവുകയുള്ളൂ. അങ്ങനെയുള്ള ചില രസകരമായ കാര്യങ്ങളൊക്കെ ഈ ട്രെയിനിന് ഉണ്ട്. ഈ വരുന്ന ട്രെയിനിൽ നമുക്ക് പോകാം. ആദ്യത്തെ ബോഗി കയറാൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ കയറുന്ന ആ ഡോറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ടിക്കറ്റ് പഞ്ച് ചെയ്യുന്ന ആ മെഷീൻ ഉള്ളത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ആ മെഷീനിലേക്കൊന്ന് കാണിച്ചാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ ആ 5 ഷെക്കിൾ കട്ടായി ബാലൻസ് ഉള്ളത് നമുക്കതിനകത്ത് കാണിക്കും. എനിക്കിപ്പോൾ ഇത്രയും എമൗണ്ടാണ് ബാലൻസ് ഉള്ളത്. അതിനകത്ത് ടിക്കറ്റ് എടുത്തു. ട്രെയിൻ ഉടനെ തന്നെ ജസ്റ്റ് ഒരു 30 സെക്കൻഡോ അത്രയും കണ്ടേ സ്റ്റോപ്പ് ചെയ്യത്തുള്ളൂ. 1 മിനിറ്റ് താഴെയാണ് കേട്ടോ സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ആ സമയത്തിനുള്ളിൽ എല്ലാവരും ഇറങ്ങുകയും കയറുകയും ഒക്കെ ചെയ്യും. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. വളരെ സ്ലോയിൽ തന്നെയാണ് പോകുന്നത്. ഇദ്ദേഹമാണ് ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റ്. അദ്ദേഹം ഇരിക്കുന്ന ഫസ്റ്റ് ബോഗി തന്നെ നമ്മൾ കയറിയതുകൊണ്ട് നമുക്കത് കാണാൻ സാധിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് പാസഞ്ചേഴ്സുമായിട്ട് യാതൊരു ഡിസ്റ്റർബൻസും വരത്തില്ല. അദ്ദേഹം ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ഇട്ട ക്യാബിനുള്ളിലാണ്. നമുക്ക് ഈ സ്ട്രീറ്റിൽ തന്നെ കാണാൻ പറ്റുന്ന മറ്റൊരു
കാര്യമാണ്. ഓപ്പൺ ആയിട്ടുള്ള കോഫി ഷോപ്സ്, ഓപ്പൺ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ്, ഓപ്പൺ എയറിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കുകയും കോഫി കുടിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റ്സൊക്കെ ഉള്ളത്. അതായത് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും, ഇതുപോലെ ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്നിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കുകയോ അല്ലെങ്കിൽ കോഫി കുടിക്കുകയോ എൻജോയ് ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു പ്രത്യേക വൈബുള്ളൊരു സ്ഥലം കൂടിയാണ്. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇതുപോലെ സ്ട്രീറ്റിൽ തന്നെ. ഈ സ്റ്റോപ്പിലിപ്പം ഈ ട്രെയിൻ നിർത്താൻ പോവുകയാണ്. ഈ ട്രെയിനിൽ എപ്പോഴും തന്നെ നല്ല തിരക്കാണ്. ഇരിക്കാനായിട്ടുള്ള സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് അതൊരു വലിയ ടാസ്ക്കാണ്. കാരണം നമ്മളതിന് ശ്രമിക്കാറുമില്ല. കാരണം കുറച്ച് കുഞ്ഞു ദൂരത്തിലല്ലേ എല്ലാവരും ട്രാവൽ ചെയ്യുന്നത്, ഓരോ സ്റ്റോപ്പിൽ നിന്ന് ഓരോ സ്റ്റോപ്പിലേക്ക്. പെട്ടെന്ന് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുകയും കയറുകയും ഒക്കെ ചെയ്യും. അപ്പം നല്ല തിരക്കുള്ള ഒരു ട്രെയിൻ തന്നെയാണിത്. അതുകൊണ്ട് നമുക്ക് ക്ഷീണമൊന്നുമില്ല. നമ്മൾ ഒരുപാട് നേരം നിൽക്കുകയോ ഒന്നും വേണ്ട. നമുക്ക് ചെറിയ ദൂരത്തിലേക്കാണ് നമ്മളിത് യാത്ര ചെയ്യുന്നത്. നിന്ന് പോകുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ ഈ ട്രെയിൻ മെയിൻ റോഡ് ക്രോസ് ചെയ്യും. അതും 6-7 റോഡുകൾ ഒരുമിച്ച് ചേരുന്ന റോഡാണ് ക്രോസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ആ റോഡ്.
ജെറുസലേമിൽ നമ്മൾ ഈ കാണുന്ന സ്ഥലങ്ങൾക്കെല്ലാം ഒരു സ്റ്റോറിയുണ്ട്. അത് നമ്മളിപ്പോൾ ഈ ട്രെയിനിൽ പോകുന്നതുകൊണ്ട് നമുക്കത് ക്യാപ്ചർ ചെയ്ത് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ജെറുസലേമിൻ്റെ ഒരു എൻ്റയർ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ജെറുസലേം എന്ന് പറയുന്ന സ്ഥലം ഒരുപാട് ഗേറ്റുകളായിട്ട്, എസ്പെഷ്യലി ഈ ഓൾഡ് സിറ്റി എന്ന് പറയുന്ന സ്ഥലം ഒരുപാട് ഗേറ്റുകളായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ഓൾഡ് സിറ്റിക്കകത്തേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് കുറേ ഗേറ്റുകളുണ്ട്. അപ്പോൾ ദമാസ്കസ് ഗേറ്റ് ഇപ്പോൾ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇനി അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ന്യൂ ഗേറ്റ്. അത് നമുക്ക് ഈ പോകുന്ന വഴിക്ക് തന്നെ കാണാൻ സാധിക്കും. ഓൾഡ് സിറ്റിക്കകത്തേക്ക് നമുക്ക് പോകണമെങ്കിൽ ഈ ന്യൂ ഗേറ്റ് വഴി നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ ആൾക്കാർ ഇറങ്ങി വരുന്ന ഗേറ്റാണ് ന്യൂ ഗേറ്റ്. ഇതെല്ലാം കൂടുതലും മോസ്റ്റ്ലി ഫോറിനേഴ്സാണ്. ഇവൻ നമ്മൾ ഇവിടെ ഐ ലവ് ജെറൂസലേം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുകയും വീഡിയോസ് എടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.